ഇന്ന് നമ്മളുടെ 4 വിഭാഗത്തിൽപ്പെടുന്ന ഗ്രന്ഥങ്ങൾ: പുരാണങ്ങള്, ഇതിഹാസങ്ങള്, വേദങ്ങള്, ഉപനിഷത്തുകൾ. Why did we write 4 classes of literature plus definitely other group of literature? ഇത് ശരിക്കും പുരാണങ്ങള് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 36 ഗംഭീര പുസ്തകങ്ങളാണ് പുരാണങ്ങള്. പിന്നെ മഹാഭാരതവും ആദികാവ്യമായ രാമായണവും. അതും സമുജ്വലമാണ്, അതിബൃഹത്താണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് വേദങ്ങള്. അത് കഴിഞ്ഞ് വേദാന്തങ്ങൾ എന്നറിയപ്പെടുന്ന ഉപനിഷത്തുക്കള്. ഈ 4 ക്ലാസ്സിലുള്ള പുസ്തകങ്ങൾ, 4 വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ എന്തിനാ നമ്മളുടെ പൂർവീകർ എഴുതിയത്? ക്രിസ്ത്യാനികൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ ബൈബിള്, മുസ്ലിങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ ഖുർആൻ, ബുദ്ധമതക്കാർക്ക് ധർമ്മപാത, ഗുരു ഗ്രന്ഥ സാഹിബ്, സിഖുകാർക്ക്, ജൂതന്മാർക്കും ഒരു പുസ്തകമേ ഉള്ളൂ. ലോകത്തിലെ 8 മതങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. നമുക്ക് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്, 10,000-ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. അടിസ്ഥാന ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എഴുതിയത് സംസ്കൃതത്തിലാണ്. പിന്നെ ഏതാണ്ട് 1,00,000-ഓളം ഉപാഖ്യാനങ്ങൾ ഭാരതീയ ഭാഷകളിലും ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലും എഴുതിയിരിക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. കമന്ററികളും സബ് കമന്ററികളുമാണ് അത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ 4 ക്ലാസ്? പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അതുപോലെ തന്നെ വേദങ്ങൾ, ഉപനിഷത്തുകൾ. ശരിക്കും പറയുകയാണെങ്കിൽ ബ്രഹ്മചര്യം, അതിന്റെ മുകളിൽ ഗൃഹസ്ഥം, അതിനു മുകളിൽ സന്യാസം, വാനപ്രസ്ഥം, അല്ലെങ്കിൽ വാനപ്രസ്ഥം, സന്യാസം. രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ്. വാനപ്രസ്ഥം, സന്യാസം. ഈ ബ്രഹ്മചര്യത്തിന്റെ ലെവലാണ് പുരാണങ്ങളുടെ ലെവല്, ഗൃഹസ്ഥന്റെ ലെവലാണ് ഇതിഹാസങ്ങളുടെ ലെവല്. അതേപോലെ സന്യാസിയുടെ, വാനപ്രസ്ഥന്റെ ലെവലാണ് വേദത്തിന്റെ ലെവല്, സന്യാസിയുടെ ലെവലാണ് ഉപനിഷത്തുക്കളുടെ ലെവല്. 4 എണ്ണം: ബ്രഹ്മചര്യത്തിൽ നിന്ന്, ഗൃഹസ്ഥത്തിൽ നിന്ന്, വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസിയിലേക്ക്, പുരാണത്തിൽ നിന്ന്, ഇതിഹാസത്തിൽ നിന്ന്, വേദത്തിൽ നിന്ന് ഉപനിഷത്തുക്കളിലേക്ക്. അതുപോലെ തന്നെ 4 ക്ലാസ് ഉണ്ട്, 4 വർണ്ണങ്ങള്: ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ. ഇതും ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരേണ്ടതാണ്. ശൂദ്രന്റെ ലെവലില് പുരാണങ്ങള്, അതിൽ നിന്ന് നമ്മൾ ഉയർന്നിട്ട് വൈശ്യന്റെ ലെവലിലേക്ക് ഇന്റലക്ച്വലി, അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യലി, അക്കാഡമിക്കലി എത്തുമ്പോൾ ഇതിഹാസങ്ങളുടെ ലെവല്, വൈശ്യന്റെ ലെവല്. അവിടെ നിന്ന് നമ്മൾ ഉയരുമ്പോൾ ക്ഷത്രിയന്റെ ലെവല്, വേദത്തിന്റെ ലെവല്. അവിടെ നിന്ന് ബ്രഹ്മജ്ഞാനിയുടെ ലെവലിലേക്ക് എത്തുമ്പോൾ ഉപനിഷത്തുക്കളുടെ ലെവല്. ഈ 4 തരത്തിലുള്ള ഗ്രന്ഥങ്ങളും ഒരൊറ്റ വരിയിൽ ഉത്തരം പറയാം. അതെന്താണെന്ന് ചോദിച്ചാലുള്ള ഉത്തരം അത് ജീവിത മാനേജ്മെന്റ് ഗ്രന്ഥങ്ങളാണ്. ജനനം മുതൽക്ക് മരണം വരെ, മരണം മുതൽക്ക് അടുത്ത ജനനം വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈ 4 വിഭാഗത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങൾ. ചെറിയ ചെറിയ ലെവൽ, ബ്രഹ്മചാരിയുടെ ലെവല്, സാധാരണക്കാരന്റെ ലെവലില്, കഥകളിലൂടെ അനവധി കഥകളിലൂടെ വ്യത്യസ്ത മനുഷ്യരുടെ കഥകളാണത്. അതിൽ ചക്രവർത്തി ഉണ്ടാവും, രാജാവ് ഉണ്ടാവും, ഭിക്ഷു ഉണ്ടാവും, സന്യാസി ഉണ്ടാവും, സാധാരണ മനുഷ്യനുണ്ടാവും, വികലമായി ജീവിക്കുന്നവരുണ്ടാവും, നന്നായിട്ട് ജീവിക്കുന്നവരുണ്ടാവും, നശിച്ചു പോകുന്നതിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടാവും, വളർന്നു വരുന്നതിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടാവും. മനുഷ്യരുടെ മാത്രം കഥകളാണ് പുരാണങ്ങൾ. പക്ഷെ വിവിധ തലത്തിലുള്ള മനുഷ്യര്. ഈ പുരാണങ്ങൾ, കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള വിഭാഗമാണ് അക്കാഡമിക്കലി താഴ്ന്ന ലെവലിൽ ഇരിക്കുന്നവരും ചെറിയ ചെറിയ കുട്ടികളും. അതെല്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, നിർഭയത്വം, പിന്നെയും ഉണ്ട് ക്ലാരിറ്റി.
സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, നിർഭയത്വം തുടങ്ങിയ നന്മ നിറഞ്ഞ ഗുണങ്ങളുള്ളവർക്ക് എന്ത് ജീവിതത്തിൽ സംഭവിക്കുന്നു? വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല്, കുന്നായ്മ, അഹങ്കാരം തുടങ്ങിയ തിന്മകളുള്ളവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത തലത്തിലുള്ള മനുഷ്യരുടെ കഥകളിലൂടെ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. അത് കഥകളാണ്, അത് മനുഷ്യരുടെ കഥകളാണ്, വിവിധ തരത്തിലുള്ള മനുഷ്യരുടെ കഥകളാണ്. അവരുടെ മനസ്സിന്റെ നന്മകള് അനുസരിച്ച് അവരുടെ ജീവിതം എങ്ങനെ ഉണ്ടാവും, അവരുടെ മനസ്സിലുള്ള തിന്മകൾ അനുസരിച്ച് അവരുടെ ജീവിതം എങ്ങനെ ഉണ്ടാവും എന്ന് കഥകളിലൂടെ വിവരിക്കാനാണ് പുരാണങ്ങൾ. ആ പുരാണങ്ങളിൽ അത് പറയുന്നില്ലേ ഇത് പറയുന്നില്ലേ എന്നുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയോ പകർത്താതിരിക്കുകയോ ചെയ്യേണ്ടതല്ല. വേണമെങ്കിൽ പകർത്താം, വേണ്ടെങ്കിൽ വേണ്ട. നമ്മളെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ കഥകളിലൂടെ എത്ര സാധിക്കും? MBA BBA പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നത് അനവധി കഥകളിലൂടെയാണ്. അത് ഞാൻ നേരിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതാണ്. ശരിക്കും ബിസിനസ് മാനേജ്മെന്റ് ബാച്ചിലർ ഡിഗ്രി ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണെങ്കിലും പഠിപ്പിക്കുന്നത് കഥകളിലൂടെയാണ്. അതൊക്കെ ജീവിത മാനേജ്മെന്റ് ആണ്, ബിസിനസ് മാനേജ്മെന്റ് ആണ്. അതേപോലെ ആ ലെവല് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ശരിക്കും മഹാഭാരതം, രാമായണം 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിലെ 60,000 ശ്ലോകങ്ങള് പക്ഷി മൃഗാദികളുടെ കഥകളാണ്, മനുഷ്യരുടെ കഥകളല്ല. ഈ മഹാഭാരതത്തിലുള്ള കഥകള് 60,000 ശ്ലോകങ്ങള് പക്ഷി മൃഗാദികളുടെ കഥകളാണ്. നമ്മുടെ പുരാണങ്ങളിലുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരുടെ കഥകളാണ്. മഹാഭാരതത്തിൽ 60,000 പകുതിയോളം ശ്ലോകങ്ങള് പക്ഷി മൃഗാദികളുടെ, കാക്ക, മൂങ്ങ, അങ്ങനെ ആമ, മുയൽ എല്ലാം അതിനകത്ത് വരും. പിന്നെ ഒരു 65,000 ശ്ലോകങ്ങൾ, 60 + 65 125, 60,000 ശ്ലോകങ്ങൾ പക്ഷിമൃഗാദികളുടെ കഥകള്. അതെല്ലാം ജീവിതമാണ്. നേരത്തെ പറഞ്ഞ മാതിരി വാശി, പക, വിദ്വേഷം, അസൂയ എല്ലാം നെഗറ്റീവ് ക്വാളിറ്റി ഉള്ള മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? കഥകളിലൂടെ പറയുന്നു. പോസിറ്റീവ് ക്വാളിറ്റി ഉള്ള മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? കഥകളിലൂടെ പറയുന്നു. അത് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെ ഉള്ളവരുടെയും അനുഭവങ്ങള്. അത് ചരിത്രമാണ്, കഥയല്ല. പാണ്ഡവ ചരിത്രമാണ് ചരിതം, കൗരവരുടെ ചരിത്രമാണ്, കൃഷ്ണന്റെ ചരിത്രമാണ് അവിടെയുള്ളത്. അവിടെയും നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിത മാനേജ്മെന്റ് ആണ്, ലൈഫ് മാനേജ്മെന്റ് ആണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയൊന്നുമല്ല. ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനുള്ളത്. എന്താ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള? 65,000 ശ്ലോകങ്ങള്, 60,000 ശ്ലോകങ്ങൾ പക്ഷിമൃഗാദികളുടെ കഥകള്. ബാക്കി മഹാഭാരതത്തിലുള്ള 65,000 ശ്ലോകങ്ങള് പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെയുള്ളവരുടെയും ജീവിതാനുഭവങ്ങള്. വളരെ ക്ലിയർ ആണത്. ദുര്യോധനനെ പോലെ ജീവിച്ചാൽ ദുര്യോധനന് സംഭവിച്ചത് സംഭവിക്കും, കർണനെ പോലെ ജീവിച്ചാൽ കർണന് സംഭവിച്ചത് സംഭവിക്കും, ധൃതരാഷ്ട്രരെ പോലെ ജീവിച്ചാൽ ധൃതരാഷ്ട്രർക്ക് സംഭവിച്ചത് സംഭവിക്കും, ഗാന്ധാരിയെ പോലെ, കുന്തിയെ പോലെ, ദ്രൗപദിയെ പോലെ, ധർമ്മപുത്രരെ പോലെ, അർജുനനെ പോലെയൊക്കെ ജീവിച്ചാൽ, അതായത് മാനേജ്മെന്റിൽ ജീവിതാനുഭവങ്ങൾ വിവരിക്കുകയാണ്. അതായത് ശരിക്കും അർജുനന്റെ ജീവിതാനുഭവം, ധർമ്മപുത്രരുടെ ജീവിതാനുഭവം, ദ്രോണാചാര്യരുടെ ജീവിതാനുഭവം, ഭീഷ്മരുടെ ജീവിതാനുഭവം, ശല്യരുടെ ജീവിതാനുഭവം, കർണന്റെ ജീവിതാനുഭവം, ധൃതരാഷ്ട്രരുടെ, ഗാന്ധാരിയുടെ എല്ലാവരുടെ ജീവിതാനുഭവങ്ങളാണ്. മാനേജ്മെന്റ്, ജീവിത മാനേജ്മെന്റിന് മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് വായിച്ചു പഠിച്ച് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതത്തിൽ 65,000 ശ്ലോകങ്ങള് ഇതുപോലെ പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ കൂടെയുള്ളവരുടെയും അനുഭവങ്ങൾ വിവരിക്കുന്നത്. ഈ അനുഭവങ്ങളുടെ വിവരണങ്ങൾക്കിടയ്ക്കാണ് കഥകൾ വരുന്നത്. കഥകള് ഒരു പാർട്ടും അനുഭവങ്ങൾ വേറൊരു പാർട്ടുമല്ല. ഈ അനുഭവങ്ങൾക്കിടയ്ക്കിടയ്ക്കൊക്കെ കഥകൾ വരുന്നുണ്ട്, പക്ഷിമൃഗാദികളുടെ കഥകള്. അപ്പൊ ഭീഷ്മോപദേശം എന്ന് പറഞ്ഞാൽ ഭീഷ്മൻ നൽകുന്ന ഉപദേശത്തിൽ ധാരാളം കഥകളുണ്ട്. വിദുരോപദേശത്തിൽ ചെറിയ കഥകളുടെ വരികളുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് കഥകളും അനുഭവങ്ങളും മിക്സ് ചെയ്തതാണ് മഹാഭാരതത്തിലെ 1,25,000 ശ്ലോകം. അതും ജീവിതത്തെ ധന്യമാക്കാനാണ്. തിന്മയിലൂടെ പോയാൽ എവിടെ എത്തും, നന്മയിലൂടെ പോയാൽ എവിടെ എത്തും? ഇതാണ് യഥാർത്ഥത്തിൽ മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, പുരാണങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരുടെ അനുഭവങ്ങളാണ് കഥകളായിട്ട് അവതരിപ്പിക്കുന്നത്. മഹാഭാരതത്തിലെ 1,25,000 ശ്ലോകങ്ങളിൽ 60,000 ശ്ലോകങ്ങള് പക്ഷിമൃഗാദികളുടെ കഥകള്, നന്മ തിന്മകൾ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കഥകളാണ്. അതിന്റെ ഇടയ്ക്ക് തന്നെ വരുന്ന പാണ്ഡവരുടെയും കൗരവരുടെയും
അവരുടെ കൂടെയുള്ളവരുടെയും ജീവിതാനുഭവങ്ങൾ, നന്മകൾക്ക് എന്ത് സംഭവിക്കുന്നു, തിന്മകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മഹാഭാരതം. ആദികാവ്യമായ രാമായണം വളരെ വളരെ കൃത്യമായിട്ട് പറയുന്നു. ശ്രീരാമനുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ബന്ധപ്പെട്ട 21 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ മാത്രമാണ് രാമായണം. അതിനകത്ത് കഥകളില്ല. ഇനി അഥവാ കഥകളാണെന്ന് തോന്നുകയാണെങ്കിൽ പോലും ഒരു ചരിത്രമാണത്. ആ ചരിത്രത്തിലൂടെ ശ്രീരാമനെ പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ രാമായണം എന്ന വാക്കിന്റെ അർത്ഥം ശ്രീരാമന്റെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ ജീവിതത്തിലേക്ക്, ഭരതന്റെ രീതിയിലുള്ള ജീവിതത്തിലേക്ക്, ലക്ഷ്മണന്റെ രീതിയിലുള്ള ജീവിതത്തിലേക്ക്, അതുപോലെ മന്ദരയുടെ ജീവിതശൈലി, കൈകേയിയുടെ, കൗസല്യയുടെ, സുമിത്രയുടെ ജീവിതശൈലി, അവിടെ തന്നെ ദശരഥന്റെ ജീവിത രീതി, അതുപോലെ വസിഷ്ഠന്റെ ജീവിത രീതി, രാവണന്റെയും കുംഭകർണന്റെയും വിഭീഷണന്റെയും ജീവിതശൈലി, അവരുടെ ധർമ്മപത്നിമാരുടെ ജീവിതശൈലി, ബാലി സുഗ്രീവന്മാരുടെ ജീവിതശൈലി, ഇത് ശരിക്ക് ഒരു 5 മിനിറ്റ് ബാലി സുഗ്രീവന്മാരുടെ അനുഭവം കേട്ടാൽ, 10 മിനിറ്റ് കേട്ടാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഒരു രാജ്യം ശിഥിലമാകുന്നത്. ആ തെറ്റിദ്ധാരണ നമ്മൾ സഹോദരന്മാർ തമ്മിൽ ഉണ്ടാവില്ല. ജ്യേഷ്ഠൻ തെറ്റ് ചെയ്താലും അനുജൻ കൂടെ നിൽക്കില്ല എന്നുള്ളത് വിഭീഷണൻ. ജ്യേഷ്ഠനായതുകൊണ്ട് തെറ്റ് ചെയ്താലും അനുജൻ കൂടെ നിൽക്കും കുംഭകർണൻ. ശരിക്കും ജീവിത മാനേജ്മെന്റ് ആണത്. അതിന്റെ ആത്മീയതയൊക്കെ കുറേശ്ശെ മാറ്റിയാലും പ്യുവർ ലൈഫ് മാനേജ്മെന്റ് ത്രേതായുഗത്തിൽ എഴുതിയതാണ്, വാൽമീകി മഹർഷി എഴുതിയതാണ് രാമായണം. അതിലെല്ലാം ഇന്നും പ്രസക്തമാണ്. വീണ്ടും പറയുന്നു, നമ്മളുടെ ജീവിതത്തെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഡേറ്റ് ഓഫ് ഡെത്ത് വരെ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്ന ലിറ്ററേച്ചർ, ഒന്നാമത്തേത് പുരാണങ്ങൾ, രണ്ടാമത്തെ വിഭാഗം ഇതിഹാസം. ഇതിഹാസത്തിൽ തന്നെ മഹാഭാരതത്തിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. രാമായണത്തിനൊരു പ്രത്യേകതയുണ്ട്, 24,000 ശ്ലോകം. അതിനകത്ത് കഥകളില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതി പോവാണ് രാമന്റെ ചരിത്രം വാൽമീകി മഹർഷി ത്രേതായുഗത്തില്. മറ്റേതെങ്ങനെയല്ല, 60,000 ശ്ലോകങ്ങള്, കഥകള്, 65,000 ശ്ലോകങ്ങള്, പാണ്ഡവ കൗരവ അനുഭവങ്ങൾക്കിടയ്ക്ക് ഈ ചരിത്ര പുരുഷന്മാര് തന്നെ വിവരിക്കുന്ന കഥകളാണ് മഹാഭാരതത്തിലുള്ളത്. അപ്പൊ രാമായണം എന്താന്ന് മനസ്സിലായി. സീതയെ പോലെ പെരുമാറിയാൽ സീതയ്ക്കുണ്ടായ അനുഭവം നമുക്കുണ്ടാവും. സീത ലക്ഷ്മണരേഖ ലംഘിച്ചു, സീതയുടെ സംഭവം എന്താണെന്നറിയാം. അങ്ങനെ എല്ലാവർക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കൂടെ നിൽക്കാനല്ല, ദൈവം വസിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് പോകാനല്ല, ദൈവത്തിന്റെ പ്രതിപുരുഷനാവാനല്ല, ഒന്നുമല്ല, നമ്മളുടെ ജീവിതം ദൈവീകമാകാനാണ്, ഡിവൈൻ ജീവിതത്തിന് വേണ്ടിയാണ് രാമായണം പഠിക്കുന്നത്. അതുകൊണ്ട് രാമായണം പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാൻ കുറേയൊക്കെ സാധിക്കും. നല്ലവണ്ണം അത് ഉൾക്കൊണ്ടുകൊണ്ട് 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന ഓർമ്മ വെച്ച് രാമായണത്തിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. നമ്മൾ ത്രേതായുഗത്തിലല്ല ജീവിക്കുന്നത്. ത്രേതായുഗത്തിൽ ജീവിച്ച മാതിരി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ 21ാം നൂറ്റാണ്ട് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അതിനകത്ത് നിന്ന് എന്തെല്ലാം എടുത്ത് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. അതാണ് ഇതിഹാസങ്ങൾ. ഇനി മൂന്നാമത്തേത് വേദങ്ങള്. അത് പ്രാർത്ഥനാരൂപത്തില് വലുതായിട്ട് കഥകളില്ല, വലുതായിട്ട് ഉപദേശങ്ങളും ഇല്ല. പുരാണങ്ങളിൽ ഉപദേശങ്ങളുണ്ട്, ഇതിഹാസങ്ങളിൽ ഉപദേശങ്ങൾ വരുന്നുണ്ട്, പുരാണ കഥകളിൽ ഉപദേശങ്ങൾ വരുന്നത് പോലെ ഇതിഹാസാനുഭവങ്ങളിലും കഥകളിലും ഉപദേശങ്ങൾ വരുന്നുണ്ട്. വേദത്തില് പ്രാർത്ഥനകളാണ്, വേദപ്രാർത്ഥനകളാണ്. നമ്മൾ എന്തായി തീരണം, എന്തായി തീരരുത്, നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഓരോ പ്രാർത്ഥന പ്രകർഷേണ അർത്ഥയതി തത് പ്രാർത്ഥന. നല്ല രീതിയിൽ ഞാനിതായി തീരാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയാവാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളെ ഇങ്ങനെ ആക്കണം. ഞാൻ ധീരനാവാൻ ആഗ്രഹിക്കുന്നു, ധീരനാവുക. ഞാൻ ഫേമസ് ആകാൻ, ശൂരോസി ശൂരോമ ഈ ദേഹി, വീര്യമസി വീര്യമ ഈ ദേഹി, ബലമസി ബലമ്മ ഈ ദേഹി, ഓജോസി ഓജോമ ഈ ദേഹി, മന്യുരസി മന്യുമ്മ ഈ ദേഹി. നീ അതെല്ലാമാണ്, പ്രപഞ്ച ചൈതന്യമേ, പ്രകൃതി ചൈതന്യമേ, നീ ഇതെല്ലാമാണ്, എന്നെയും അതാക്കാം. അതായത് ജീവിതത്തെ ധീര വീര ശൂര നന്മ നിറഞ്ഞ അനുഭവങ്ങളുടെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് വേദം. വേദത്തില് വരികളുണ്ട്, വരികൾക്ക് ശ്രുതിയുണ്ട്. വേദവരികള് വേദത്തിന്റെ ശരീരവും വേദത്തിന്റെ ശ്രുതി വേദത്തിന്റെ ആത്മാവുമാണ്. അതുകൊണ്ട് അക്ഷരങ്ങളും തെറ്റരുത്, ശ്രുതിയും തെറ്റരുത്. അത് വേദത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ വേദം അന്നും ഇന്നും വളരെ പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ഒരു കാരണവശാലും അതിനകത്ത് ഡൈല്യൂഷൻ പോസിബിൾ അല്ല.
അരുതെന്ന് പറയും. അതുകൊണ്ട് വേദങ്ങൾ പ്രാർത്ഥനാ രൂപത്തിൽ നമ്മൾ നേടേണ്ടത് എന്താണെന്ന് പറയുന്നു. ഉപദേശങ്ങൾ പോലുമല്ല, മറിച്ച് പ്രാർത്ഥനാ രൂപത്തിൽ എനിക്ക് അങ്ങനെ ആവണം, എൻ്റെ കുടുംബത്തിന് അങ്ങനെ ആവണം, എൻ്റെ മനസ്സിങ്ങനെ ആവണം, എൻ്റെ ശരീരം ഇങ്ങനെ ആവണം, എൻ്റെ കുടുംബ ബന്ധങ്ങൾ, എൻ്റെ സംസ്കാരം, എൻ്റെ സമൂഹം, എൻ്റെ രാഷ്ട്രം ഇങ്ങനെയൊക്കെ ആവണം എന്ന പ്രാർത്ഥനയോട് കൂടിയതാണ് ഭാരതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. വൈദിക സംസ്കാരം എന്ന് പറയുന്നതാണ്, ഭീരുവിന്റെ സംസ്കാരമല്ല. നമ്മൾ നന്മ നിറഞ്ഞവരോട് അഹിംസയും തിന്മ നിറഞ്ഞവരോട് ശക്തിയായ ഹിംസയുമാണ് ഭാരതത്തിന്റെ സംസ്കാരം. അത് ഷഠനോട് ഷാഠ്യം, ഒരു സംശയമില്ല. ഭാരതത്തെ ഭീരുക്കളുടേതായിട്ട് എടുക്കാൻ വേദം അറിയാത്തവനാണ് ചെയ്തത്. ഭഗവത്ഗീത എന്റെ മാർഗദർശിയാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞുവെങ്കിലും ഭഗവത്ഗീതയ്ക്ക് കടക വിരുദ്ധമായിട്ടാണ് മഹാത്മാഗാന്ധി ചെയ്തതും പറഞ്ഞതും ഈ നാടിനെ ഒറ്റിക്കൊടുത്തതും എല്ലാം കടക വിരുദ്ധമായിട്ടാണ്. അപ്പോൾ വേദങ്ങള് പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തിനും ധന്യമായ ജീവിതത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉപനിഷത്തുക്കള്, അത് പരമമായ സത്യമാണ്. അതായത് നീട്ടി വലിച്ച് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലാത്ത ജനങ്ങൾക്ക്, അനുഭവ രൂപത്തിൽ വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ലെവലിലേക്ക് എത്തിയ ജനങ്ങൾക്ക്, പ്രാർത്ഥനാരൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ജനങ്ങൾക്ക് ഒരു വാക്ക്, ഒരു വരി, ഒരു ശ്ലോകം, ഒരു മന്ത്രം കൊണ്ട് വലിയ വലിയ മെസ്സേജുകൾ കൺവേ ചെയ്യാൻ സാധിക്കുന്ന ലെവലിൽ എത്തിയവർക്കുള്ളതാണ് ഉപനിഷത്ത്. അത് പരമമായ സത്യം. ചിലപ്പോൾ ഒരു വാക്കേ ഉണ്ടാവുള്ളൂ, ഉത്തിഷ്ഠത, ഒറ്റ വാക്കാണത്. പക്ഷെ ജീവിതത്തിൽ ഒരു PhD തീസിസ് എടുക്കാം ഉത്തിഷ്ഠത എന്ന വാക്കില്. ജാഗ്രത, ഭൂമിയിലാണ് ജീവിക്കുന്നത്, ജനിച്ചാൽ മരണമുണ്ടെന്നുള്ളത് ഓർമ്മിക്കുക, ജഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബി അവയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ് എന്നാണ് അതിന്റെ അർത്ഥം. എത്ര ധന്യമായിട്ടുള്ള വാക്കാണ്. അങ്ങനെ ഉപനിഷത്തുക്കളിലെ സത്യം വദ, ജീവിതത്തിൽ സത്യമേ പറയാം, ധർമ്മം ചരാ, ധാർമ്മികമായ വഴിയിലൂടെ പോകണം, ഒരു നിർദ്ദേശമാണ്, പരമമായ സത്യമാണ് ഉപനിഷത്തുക്കളിലുള്ളത്. അപ്പൊ ഇന്റലക്ച്വലി, വിസ്ഡം വൈസ്, എക്സ്പീരിയൻസ് വൈസ്, അക്കാഡമിക്കലി ക്വാളിഫിക്കേഷൻ വൈസ് ഹയസ്റ്റ് ലെവലിൽ എത്തിയവർക്കാണ് ഉപനിഷത്ത്. അതിന്റെ ചുവട്ടിൽ വരെ എത്തിയവർക്കാണ് വേദങ്ങൾ. അതിന്റെ ചുവട്ടിലെത്തിയവർക്കാണ് രാമായണവും പ്ലസ് മഹാഭാരതവും. അതിന്റെ ചുവട്ടിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കഥകളായ പുരാണങ്ങൾ. എല്ലാം ജീവിത മാനേജ്മെന്റ് ആണ്. ഒന്നും സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല, ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ്. കഥായിമാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നത് പാരമാർത്ഥ്യം. സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. ഇതിനാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ പുരാണങ്ങളുടെ ലക്ഷ്യം കഥകളിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. വ്യത്യസ്ത തലത്തിലുള്ള മനുഷ്യരുടെ കഥകളിലൂടെ ജീവിതത്തെ ധന്യമാക്കാം. മഹാഭാരതത്തിന്റെ ലക്ഷ്യം അതില് പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതം, അവരെങ്ങനെ ജീവിച്ചോ അതേപോലെ നമ്മൾ ജീവിച്ചാൽ അവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതിന്റെ കൂട്ടത്തിലാണ് പക്ഷിമൃഗാദികളുടെ കഥകൾ മഹാഭാരതത്തിൽ ചേർത്തിരിക്കുന്നത്. ഗജേന്ദ്രമോക്ഷം പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുരാണത്തിലുള്ള ഗജേന്ദ്രമോക്ഷം ആനയുടെ കഥയല്ല, രാജാവിന്റെ കഥയാണ്. അപ്പോൾ പുരാണത്തിൽ മൃഗങ്ങളുടെ മനുഷ്യരുടെ ആണെന്ന് പറഞ്ഞതിന് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അപ്പൊ ഗജേന്ദ്രമോക്ഷം ആനയുടേതല്ലേ? അല്ല, ആനയുടെ അല്ല, രാജാവിന്റെയാണ്. അപ്പോൾ രാമായണം, രാമൻ എങ്ങനെയാണ് ജീവിച്ചത്, രാമന്റെ കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, അവർ ജീവിച്ച മാതിരി ജീവിച്ചാൽ, രാവണനെ പോലെ ധാർഷ്ട്യവും അഹങ്കാരവും ഉണ്ടായാൽ ഭൂമിയിലും ചൊവ്വേ നേരെ നടക്കാൻ പറ്റില്ല, ആകാശത്തും ചൊവ്വേ നേരെ നടക്കാൻ പറ്റില്ല എന്ന് മിനിയാന്ന് മനസ്സിലായല്ലോ. രാവണന്റെ അഹങ്കാരത്തിന് പ്രത്യക്ഷ തെളിവാണ് ഇതെല്ലാം. പക്ഷെ അവിടെ രാവണന്റെ ഭാര്യ നന്നായിട്ട് ഉപദേശിച്ചു, ഇവിടെ ഭാര്യ മകളും മരുമകനും ഒന്നും ഉപദേശിക്കുന്നില്ല. കട്ടുമുടിക്കാൻ വേണ്ടി തന്നെ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തില് രാമായണം, വാൽമീകി രാമായണം എന്ന് പറയുന്നത്. ആ വാൽമീകി രാമായണത്തിലെ ജീവിതാനുഭവങ്ങളാണ് നമ്മളുടെ ജീവിതത്തെ സ്വർഗസമാനമാക്കാൻ, പ്രശ്ന സങ്കീർണമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തത് വേദങ്ങള് പ്രാർത്ഥനാരൂപത്തിൽ നമ്മൾ എന്തായി തീരണം എന്ന് പറയുന്നതാണ്. ശ്രുതിയും അതുപോലെ തന്നെ വരികളുമുള്ള വേദങ്ങള്. ലാസ്റ്റ് ജീവിത യാഥാർത്ഥ്യങ്ങളാണ് യഥാർത്ഥത്തില് ഉപനിഷത്തുക്കള്. ഒരു വാക്ക്, ഒരു വരി, ഒരു ശ്ലോകം അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫിലൂടെ എല്ലാം നൽകുന്നത്. ഹയസ്റ്റ് ലെവലിലുള്ളവർക്ക് ഉപനിഷത്ത്, അതിൽ താഴെയുള്ളവർക്ക് വേദങ്ങള്, അതിൽ താഴെയുള്ളവർക്ക് രാമായണം, അതിനോട് ചേർന്നുള്ളവർക്ക് മഹാഭാരതം, ഏറ്റവും താഴെ ഇന്റലക്ച്വലി അക്കാഡമിക്കലി എത്തിയവർക്ക് പുരാണങ്ങൾ.
അപ്പൊ നമുക്ക് ഹിന്ദുക്കൾക്ക് എന്തിനാ 4 ഗ്രന്ഥങ്ങൾ? ഈ ചില സംഭവങ്ങളൊക്കെ വിവരിക്കാൻ പുരാണ കഥകൾ എടുത്തുകൊണ്ട് പുരാണമിത്യേവന്ന സാധു സർവം നചാപി കാവ്യം നവമിത്യവദ്യം, പുരാണ കഥകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മതത്തിൽ അങ്ങനെയില്ലേ, നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെയില്ലേ, നിങ്ങളുടെ മതത്തിൽ ഇതല്ലേ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കഥയാണ്. അത് കഥാരൂപത്തിൽ കാര്യങ്ങൾ പറയാണ്. അത് ചരിത്രമല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. രാമായണത്തിൽ ചരിത്രമാണ്, അത് ത്രേതായുഗത്തിൽ നടന്നതാണ്. അത് അതേപോലെ നമ്മളോട് പകർത്തണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം രാമായണത്തിലെയും അതുപോലെ മഹാഭാരതത്തിലെയും പല കാര്യങ്ങളും പകർത്താൻ. രാമായണത്തിലും മഹാഭാരതത്തിലും ഉള്ളത് വിധിയും വിധി നിഷേധവുമാണ്. അതായത് മഹാഭാരതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതില് നമുക്ക് യോജിച്ചത് എടുക്കുന്നത് വിധി, നമ്മൾ അതിൽ നടന്നതെടുക്കാൻ പാടില്ലാത്തതും അതിൽ വിവരിച്ചിട്ടുണ്ട്, അത് വിധി നിഷേധം. നമ്മളെ വിധിയും വിധി നിഷേധവും പഠിപ്പിക്കാനാണ് രാമായണവും മഹാഭാരതവും. എന്ത് ചെയ്യരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് വിധി നിഷേധം പഠിപ്പിക്കലാണ്. എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കൽ വിധി പഠിപ്പിക്കലാണ്. മഹാഭാരതത്തിലെ അനുഭവങ്ങളിലും രാമായണത്തിലെ അനുഭവങ്ങളിലും എന്ത് ചെയ്യണം എന്ന് നമ്മൾക്ക് പഠിക്കാൻ അതിനകത്ത് നിന്ന് എടുക്കുന്നത് വിധി എന്ന് പറയും. മലയാളത്തിലെ വിധിയല്ല, സംസ്കൃതത്തിലെ വിധിയാണത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പഠിക്കുന്നത് രാമായണത്തിലും മഹാഭാരതത്തിലും എന്ത് ചെയ്യരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ലക്ഷ്മണരേഖ ലംഘിക്കരുത്, ലംഘിച്ചാൽ സീതയ്ക്കുണ്ടായ അനുഭവം ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? വിധി നിഷേധം. വിധി എന്ത് നിഷേധിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്യരുത്. വിധി എന്ത് നിങ്ങളെ കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നുവോ അത് ചെയ്യണം. വിധി നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ളത്, വിധി നിഷേധിക്കാനുള്ളത് വിധി നിഷേധം, അത് ജീവിതത്തിൽ പകർത്താൻ പാടില്ലാത്തത്. ഇത് രണ്ടും മഹാഭാരതത്തിലും രാമായണത്തിലും ധാരാളമുണ്ട്. പുരാണത്തിൽ വേണമെങ്കിൽ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ 4 ക്ലാസ് ലിറ്ററേച്ചറിന്റെ കാര്യങ്ങൾ നല്ലോണം പഠിക്കാം. കഥകളിലൂടെ, കഥകളും അനുഭവങ്ങളും ചേർന്ന്, അനുഭവങ്ങൾ മാത്രം പ്രാർത്ഥനകളും ജീവിത യാഥാർത്ഥ്യങ്ങളും. കഥകളിലൂടെ പുരാണങ്ങൾ, കഥകളും അനുഭവങ്ങളും ചേർന്ന് മഹാഭാരതം, അനുഭവങ്ങൾ മാത്രമായിട്ട് രാമായണം, പ്രാർത്ഥനാരൂപത്തിലുള്ള ധന്യത വേദം, ജീവിത സത്യങ്ങള് ഉപനിഷത്തുക്കള്. ഇതിൽ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ആരംഭിച്ച് പിന്നെ ഉയർന്നു പോകണം. ഉപനിഷത്ത് വരെ നമ്മൾ എത്തണം. ഇത് ഇന്നത്തെ സന്ദേശം. പരമാവധി വ്യക്തികൾക്ക് ഷെയർ ചെയ്യാം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പ്രണാമം, നമസ്കാരം.